10 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ ഇന്ന് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിന്റെ ആവേശമുണ്ട്. കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 7 മണിക്ക് നടക്കുന്ന AFC ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ടീം ഇന്ത്യ ഹോങ്കോങ്ങിനെ നേരിടുകയാണ്. മാർച്ച് വിൻഡോയിൽ മെസ്സി എത്തിയില്ല. കിട്ടിയ ഇന്ത്യൻ ടീമിന്റെ മത്സരത്തിന്റെ ശോഭ കോഷൻ ഡെപ്പോസിറ്റിന്റെ പേരും പറഞ്ഞ് കോച്ചിനെ അടക്കം ഇറക്കിവിട്ട സ്റ്റേഡിയം ഉടമകളായ GCDയെ കെടുത്തുകയും ചെയ്തു. ഈ നാണക്കേട് ഗ്യാലറി നിറച്ച ടീമിന് നല്ല പിന്തുണ കൊടുത്ത മാറ്റണം കേരളത്തിനും ഇവിടുത്തെ ഫുട്ബോൾ ആരാധകർക്കും. 2016 ശേഷം ഇതാദ്യമായാണ് ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിന് കേരളം വേദിയാകുന്നത്. 5-ൽ 3 കളിയും തോറ്റ് ഒറ്റ ജയം പോലും നേടാനാവാത്ത ഇന്ത്യയുടെ 2027 ഏഷ്യൻ കപ്പ് യോഗ്യതാ പ്രതീക്ഷകൾ എപ്പോഴേ തീർന്നു. അവസാന ഗ്രൂപ്പ് റൗണ്ട് പോരാട്ടത്തിൽ ജയിച്ച മാനം കാക്കുകയാണ് ഖാലിദ് ജമീലിന്റെയും സംഘത്തിന്റെയും ലക്ഷ്യം. Yes, as I said before, we should not think anything. It is important match. We are out, but we have to finish with good note. ടീമിൽ 14 മാറ്റങ്ങളുമായാണ് ഹോങ്കോങ്ങിനെതിരെ ഇന്ത്യ പോരാട്ടത്തിനിറങ്ങുന്നത്. മലയാളി കരുത്തുമായി സഹൽ അബ്ദുൾ സമദ്, ആഷിഖ് കുരുണിയൻ, ബിജോയ് വർഗീസ് എന്നിവർ സ്ക്വാഡിലുണ്ട്. ഓസ്ട്രേലിയ വിട്ട ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച റയാൻ വില്യംസിന്റെ നീലക്കുപ്പായത്തിലെ അരങ്ങേറ്റത്തിനും കൊച്ചി വേദിയാകും. ഇന്ത്യയെപ്പോലെ യോഗ്യത നേടാനാവാതെ പോയ ഹോങ്കോങ്ങിന്റെ ഈ ലക്ഷ്യം അവസാന മത്സരം ജയിച്ച് തലയുയർത്തി മടങ്ങലാണ്. ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ചതും അതിഥികളുടെ ആത്മവിശ്വാസം കൂട്ടും. സ്പോർട്സ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.